മയോണൈസും ചിക്കനും ബ്രെഡൊക്കെ വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മയോ ചിക്കൻ പാറ്റീസിന്റെ റെസിപ്പി നോക്കാം. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് ചൂടായ പാനിലേക്ക് 250 ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയും സോയാ സോസും വെളുത്തുള്ളി ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും 1/4 കപ്പ് ക്യാപ്സിക്കും 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം 1/2 കപ്പ് മയോണൈസും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ള 10 പീസ് ബ്രെഡ് വേണം. ആ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഞാനൊന്നും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് അങ്ങ് പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് ആ ഫില്ലിങ്സ് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലൊക്കെ മൈദയുടെ പേസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പരത്തിയിട്ട് അതുപോലെ അങ്ങ് വെച്ച് ഒട്ടിച്ചെടുക്കണേ. അതിനുശേഷം മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി. പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുത്താൽ ഒട്ടും എണ്ണൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം റെസിപ്പീസ് കിച്ചൺ.